PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീഴ്ച സമ്മതിക്കുന്നു CPIM എന്നുള്ളതാണ്. ചർച്ചയില്ലാതെ ഒപ്പിട്ടു, അതിൽ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലിലേക്ക് CPIM നേതൃത്വം പോവുകയാണ്. മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും ഇടതുമുന്നണിയിലും ചർച്ച നടത്തിയിട്ടില്ല, അത് വീഴ്ചയാണ് എന്നുള്ള കാര്യം CPIM സമ്മതിക്കുകയാണ്. നേരത്തെ CPI അടക്കം ഉയർത്തിയ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികളുണ്ട്. ഇത് ഒളിച്ചു കടത്തുന്ന തരത്തിൽ ഒപ്പിട്ടു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. മുന്നണിയിൽ ചർച്ച നടന്നില്ല, മന്ത്രിസഭയെ ഇരുട്ടത്ത് നിർത്തി ഉള്ള നീക്കം CPIMന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിമർശനമുണ്ട്. അതിനിടയിലാണ് CPIM തന്നെ ആ വീഴ്ച സമ്മതിക്കുന്നത്. മന്ത്രിസഭയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ച നടന്നില്ല, അത് ചർച്ചയില്ലാതെ ഒപ്പിട്ടതിൽ വീഴ്ച സംഭവിച്ചു എന്ന കുറ്റസമ്മതം CPIMൽ നിന്നുണ്ടാവുകയാണ്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് MV ഗോവിന്ദിൽ നിന്ന് വീഴ്ച സമ്മതിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഏകപക്ഷീയമായി ഒപ്പുവെച്ചതിനെതിരെ CPI ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് വീഴ്ച ഉണ്ടായി എന്ന കാര്യം MV ഗോവിന്ദൻ സമ്മതിച്ചത്. മന്ത്രിസഭയിലും LDFൽ പൊതുവായും ചർച്ച ചെയ്യാതെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് വീഴ്ചയാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. നേരത്തെ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി മാത്രമാണ് ഇത്തരമൊരു വീഴ്ച തുറന്ന് സമ്മതിച്ചത്. മുഖ്യമന്ത്രിയോ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. എന്നാൽ CPIM സംസ്ഥാന നേതൃത്വം ഇതാദ്യമായി ഈ ഏകപക്ഷീയമായി PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്ന കാര്യം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രതികരണത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ശ്രീജിത്ത്, മറ്റൊന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിവിടെ ഈ വിഷയം ഇത്രയും പ്രധാനപ്പെട്ട വിഷയം കൈകാര്യം ചെയ്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള വിമർശനം നേരത്തെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടായതാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുമുള്ളതാണ്. ഇതിപ്പോൾ സംസ്ഥാന നേതൃത്വം കൂടി ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. ശ്രീജിത്ത്, തീർച്ചയായും ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒരു ഇടപെടൽ നടത്തുന്നതിൽ CPIMന്റെ സംസ്ഥാന നേതൃത്വത്തിനും സർക്കാരിനും വീഴ്ച പറ്റി എന്നുള്ള വിമർശനം CPIMന്റെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല, ഈ വിഷയം പടരുന്നതിനിടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തളിപ്പറമ്പിലേക്ക് പോയതടക്കം വിമർശന വിധേയമായിരുന്നു. ഇതേപ്പറ്റിയും വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദനോട് ചോദ്യം ഉയർന്നു. കേരളത്തിൽ എവിടെയിരുന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും ഇടപെടൽ നടത്താവുന്ന സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ ആദ്യ പ്രതികരണം. എന്നാൽ പിന്നെ എന്തിനാണ് MV ഗോവിന്ദൻ പരിപാടി റദ്ദാക്കി തളിപ്പറമ്പിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം MV ഗോവിന്ദൻ നൽകിയില്ല. ശ്രീജിത്ത്, ഇതൊരു ചെറിയ തീരുമാനമായിരുന്നില്ല, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതിൽ തന്നെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPI മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ പാർട്ടിയായ CPI എതിർപ്പുയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മന്ത്രിസഭയിൽ തന്നെ CPI മന്ത്രിമാർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ഇങ്ങനെയൊരു കൂടിയാലോചനയില്ലാതെ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായി ചർച്ച നടത്താതെ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നല്ലോ പ്രധാനപ്പെട്ട വിമർശനം. CPI അടക്കം ഉയർത്തിയ വിമർശനം അതാണ്. ഇങ്ങനെയൊരു കുറ്റസമ്മതത്തിലൂടെ CPIയെ കൂടി അനുനയിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ അത് തുറന്നു പറയുന്നതിലൂടെ CPIയെ കൂടി തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നൊരു വിലയിരുത്തലിലേക്ക് കൂടി CPIM പോകുന്നുണ്ടാവില്ലേ ശ്രീജിത്ത്? അങ്ങനെ വേണം കരുതാൻ. മാത്രമല്ല, ഈ വീഴ്ച സംബന്ധിച്ചുകൊണ്ട് MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിന് സമയം കൂടി പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. LDF യോഗം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. LDF യോഗത്തിന് തൊട്ട് മുൻപാണ് MV ഗോവിന്ദനിൽ നിന്ന് ഈ കുറ്റസമ്മതം ഉണ്ടാകുന്നത്. അപ്പോൾ സംഭവിച്ച തെറ്റ് CPIM തിരിച്ചറിയുന്നുണ്ട്, അത് സമ്മതിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ LDF യോഗത്തിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും ഇതിനെ ആ അർത്ഥത്തിൽ കാണും. ആ അർത്ഥത്തിൽ ഇതിനോട് പ്രതികരിക്കുമെന്ന വിശ്വാസമാണ്, അത്തരമൊരു പ്രതീക്ഷയാണ് CPIMന്റെ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ വീഴ്ച പറ്റിയെന്ന കാര്യം തുറന്നു പറയുന്നതിലേക്ക് CPIM നേതൃത്വം എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതിന് പിന്നാലെ SSK ഫണ്ട് ലഭിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഡൽഹിക്ക് പോകുന്നു എന്നതടക്കമുള്ള വിവരങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് തേടാം. അതിനു മുമ്പ് ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, CPIM നേതൃത്വം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തെറ്റായിപ്പോയി, വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ മുന്നണിയിൽ ചർച്ച നടത്താതെ മന്ത്രിസഭയിൽ ചർച്ച നടത്താതെ അത് ഒപ്പിട്ടത് തെറ്റായിപ്പോയി എന്നുള്ള കുറ്റസമ്മതം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. നേരത്തെ CPI അടക്കം ഉയർത്തിയ വിമർശനം വളരെ പ്രധാനപ്പെട്ട നയപരമായ വിഷയത്തിൽ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI അടക്കം അതിശക്തമായ എതിർപ്പ് ഉയർത്തിയിട്ടും വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ ഒപ്പുവെച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണം എന്നുള്ള ആവശ്യം CPI അടക്കം ഘടകകക്ഷികളടക്കം മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോൾ CPIM നേതൃയോഗത്തിന് ശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അത് തെറ്റുപറ്റിപ്പോയി, അങ്ങനെ കൂടിയാലോചനയില്ലാതെ അത് ചെയ്യരുതായിരുന്നു എന്ന തീരുമാനം വിശദീകരിക്കുകയാണ്, അങ്ങനെയുള്ള വിലയിരുത്തൽ വിശദീകരിക്കുകയാണ്. LDF യോഗം നടക്കുന്നതിന് മുന്നോടിയായി ഇങ്ങനെ ഒരു കുറ്റസമ്മതം CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഇത്
CPI കൂടുതൽ അടുപ്പിക്കാൻ കഴിയും എന്ന വിലയിരുത്തലും CPIM-ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.